ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു കരോക്കെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുക. അതായത് നമ്മുടെ കൈവശം ഒരു പാട്ടുണ്ടെങ്കിൽ ആ ഒരു പാട്ടിലെ ഒരു പാടിയ ആ പോർഷൻ മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. അതായത് കരോക്കെ ഒരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമായിട്ട് നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആകുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ നമുക്ക് ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ നമുക്കൊന്ന് ലോഗിൻ ചെയ്യണം. ഞാനിവിടെ ഗൂഗിൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും താഴെ പ്ലസ് ബട്ടൺ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാം. ഇമ്പോർട്ട് ഫ്രം URLും ഫയൽസ് ആപ്പും. അതായത് നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഡിയോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ലിങ്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയും നമുക്ക് ഓഡിയോ ഇതിനകത്തോട്ട് കയറ്റാം, അല്ലെങ്കിൽ താഴെ ഫയൽസ് ഉണ്ട് അതുവഴിയും കയറ്റാം. അപ്പോൾ ഇവിടെ നമുക്ക് ലിങ്ക് ഇമ്പോർട്ട് ചെയ്യാം. താഴെ കാണുന്ന ഫയൽസ് എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈലിലെ ഓഡിയോസ് സോങ്സ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫയലായിരിക്കും ഓപ്പൺ ആയി വരിക. ഏതൊരു ഫയലിലാണോ നിങ്ങളുടെ ആ ഒരു സോങ് കരോക്കെ സെറ്റ് ചെയ്യേണ്ട സോങ് കിടക്കുന്നത് ആ ഒരു ഫയൽ നമ്മൾ കണ്ടെത്താൻ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സോങ് സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. 2 ട്രാക്ക് സെപ്പറേഷൻ, 4 ട്രാക്ക് സെപ്പറേഷൻ. ഫസ്റ്റ് കാണുന്നത് 2 ട്രാക്ക് സെപ്പറേഷൻ. അതായത് ഒരു സോങ്ങിലെ ഒരു പാട്ടിലെ അവർ പാടുന്ന ആ ഒരു പാട്ടും പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. സെക്കൻഡ് കാണുന്ന 4 ട്രാക്ക് സെപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, ഡ്രംസ്, അതിൻ്റെ ബാസ്, ഓരോ ടൈപ്പായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് കാണുന്ന 2 ട്രാക്ക് സെപ്പറേഷൻ സെലക്ട് ചെയ്താൽ മതി. ഫസ്റ്റ് കാണുന്ന 2 ട്രാക്ക് സെപ്പറേഷൻ സെലക്ട് ചെയ്യുക. ഈ താഴെ കാണുന്ന സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം കുറച്ചൊന്ന് അപ്ലോഡ് ചെയ്യാൻ ടൈം എടുക്കും. അപ്ലോഡിങ് ഫയൽ ഓക്കെ, ഇവിടെ 100% ആകും. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ചൊന്ന് ലോഡായ ശേഷം വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ടൈമും കൂടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സെറ്റായി കഴിഞ്ഞു. അപ്പോൾ പാട്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല, കാരണം കുറച്ചൊന്ന് കേൾപ്പിക്കാം, കാരണം കോപ്പിറൈറ്റ് വീഴും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് കേൾപ്പിക്കുന്നില്ല മുഴുവനായിട്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു മൈക്കിൻ്റെ ബട്ടൺ ഉണ്ട്, അത് നമ്മൾ പറയുന്ന, അതായത് ഒരു പാട്ട് പാടുന്ന ആ ഒരു സംഭവം കുറയ്ക്കുന്നതാണ്. താഴെ കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നതാണ്. താഴത്തെ സംഭവം നമുക്ക് കൂട്ടി വെക്കുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം കിട്ടും. അതായത് നമുക്ക് കരോക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അതിന് താഴെ കാണുന്ന എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും. എക്സ്പോർട്ട് ഇൻഡിവിജ്വൽ ട്രാക്സ് ഉണ്ട്, എക്സ്പോർട്ട് മിക്സ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് കാണുന്ന എക്സ്പോർട്ട് ഇൻഡിവിജ്വൽ ട്രാക്സ് എന്നത് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു കരോക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ കൈവശമുള്ള ഏതൊരു പാട്ടിൻ്റെയും കരോക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആകുന്ന വീഡിയോകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.